ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നാട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എൻ്റെ ഒരു ബ്രദറില്ലേ വിഷ്ണു ചേട്ടൻ്റെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മൾ പോവും. അങ്ങനെ വലിയേട്ടൻ്റെ ഒപ്പം നിഖിൽ ചേട്ടൻ്റെ തറവാട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് തൃശ്ശൂർ പോയിട്ട് വേണം നമ്മുടെ ഉണ്ണിയാളും വലിയേട്ടൻ്റെ കുട്ടീനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഡയറക്റ്റ് എറണാകുളത്താണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോവാൻ അങ്ങനെ പയ്യെ നമ്മൾ അവിടെ എത്തി. അപ്പോഴേക്കും വേറെ ചേട്ടന്മാരൊക്കെ അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ എൻ്റെ വ്ളോഗിങ് തുടങ്ങി. ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുപ്പിക്കൽ തുടങ്ങുമല്ലോ. അങ്ങനെ എന്നെ കാണുമ്പോൾ പേടിച്ചു കൊടുക്കുന്നുണ്ടൊക്കെ. ഞാനാണ് പറയണത്. ഇട്ടോളൂ അപ്പപ്പുഴുക്ക്, ഇത് മീൻകറി, കേരക്കറി, കേരനിരകളാടും എല്ലാം ഞാൻ തന്നെ. ഇന്ന് കുറെ ചിരിക്കുമല്ലേ. കണ്ടില്ലേ, ഇതുപോലെ ചളി അടിച്ച് ഫണ്ണായിട്ടുള്ളൊരു നൈറ്റായിരുന്നു അന്ന്. കാരണം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ ലൈവ് റെക്കോർഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവേണ്ടെന്നുള്ള രീതിയിലാണ് ഈ വോയിസ് ഓവറും കൂടി ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആകെ ഒരു ഭ്രാന്തമായൊരു വീഡിയോ ആയി മാറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിൽക്കാൻ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറവാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം മൂക്കുത്തി മാമൻ. വിഷ്ണു ചേട്ടനും ഹരിതേച്ചും കൂടിയിട്ട് പാവങ്ങള് ഉച്ചയ്ക്ക് ഉണങ്ങിയതാണ്. നേരത്തെ ഉണ്ടല്ലോ ഞാൻ മാമൻ വിളിച്ചില്ലേ, ശരിക്കും ഞങ്ങളുടെ മാമനൊന്നും എല്ലാം എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളൊക്കെയാണ്. പിന്നെ മാമൻ എന്താ വിളിക്കണമെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, എല്ലാവരും തമാശയ്ക്ക് വിളിക്കണാണേ. ഇത് മറ്റൊരു കൊച്ചിൻ്റെ മറ്റൊരു മകനാണ് നിഖിൽ ചേട്ടൻ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫാമിലി ബ്ലോഗിലൊക്കെ ഇവരെ കാണാൻ പറ്റും. കാരണം ഇവരാണ് എൻ്റെ ഫാമിലി. അങ്ങനെ നമ്മളവിടെ എത്തുമ്പോഴേക്കും വിഷ്ണു ചേട്ടനും ഹരിതേച്ചിയും കൂടി എല്ലാ ഫുഡും റെഡിയൊക്കെ ആക്കിയിരുന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഫുഡ് കഴിച്ചു തുടങ്ങി. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ വാരി തന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചി, എൻ്റെ വലിയേട്ടൻ്റെ വൈഫ്. എനിക്ക് രണ്ട് ചേട്ടന്മാരല്ലേ, അപ്പം വലിയേട്ടൻ്റെ വൈഫാണ് കൃഷ്ണേച്ചി. അപ്പോൾ പുള്ളിക്കാരി വാരിക്കെ തരും. അങ്ങനത്തെ ഒരു എൻ്റെ ഒരു വൈബാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ കണ്ണൻ ചേട്ടൻ. അപ്പോൾ മായമ്മയ്ക്ക് കുഞ്ഞു വാവേ, അപ്പം മായമ്മ വന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞങ്ങൾ ചേട്ടന്മാരെ കലാപരിപാടികളൊക്കെ തുടങ്ങി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് കിടക്കാൻ തീരുമാനിച്ചു. അയ്യോ രാത്രി നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ പ്രേതക്കഥയൊക്കെ പറഞ്ഞ് കിടന്നു. പക്ഷേ ഞാൻ ഫോണൊന്നും എടുത്തില്ല, കാരണം ആ ഒരു വൈബിൽ ആ സ്റ്റോറിയൊക്കെ കേട്ട്. പിന്നെ നൈറ്റ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ട് നിരന്ന് കിടന്നുറങ്ങിയിട്ടാ. കുറേ നാൾക്ക് ശേഷം അങ്ങനെയൊക്കെ കിടന്നുറങ്ങണത്. നല്ല രസമല്ലേ. പിന്നെ മോർണിംഗ് ആയി കുളിക്കാണ്ടും ജപിക്കാണ്ടും പോണത്. അവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലേക്ക് പോവാം കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ 3 കാറായിട്ട് ഒരു ചേട്ടന്മാരൊക്കെ ആയിട്ട് ഒരുമിച്ച് പോയി. ഇവിടെ ചേട്ടൻ്റെ പ്ലേസ് വരുന്നത് എറണാകുളം പുത്തൻകുരിശ് ആ ഭാഗമാണ്. അപ്പോൾ അവിടെ അടുത്താണ് ഈ ഒരു പോണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഈ ഒരു ഇടവഴി കൂടെ ഒക്കെ പോയിട്ട് കണ്ടു. നല്ല രസമാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. പിന്നെ ഞാൻ ഇറങ്ങില്ല, നല്ല തണുപ്പും നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇറങ്ങി. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നീരു ഇറങ്ങട്. മാമനെന്തി കാണിക്കുന്നത്? തപ്പണ മാമൻ തപ്പണത്. കളഞ്ഞോയാ എന്തിനു കളഞ്ഞോയാ?
അങ്ങനെ നമ്മുടെ മാമൻ്റെയും ജാനിക്കുട്ടീനെയും കൊണ്ട് പോണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ് വെള്ളം. എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഹൈറ്റൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ ഹൈറ്റ് എത്ര എന്താ പറയുക മരമൊക്കെ കയറുന്ന ടൈപ്പായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. പക്ഷേ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. വെള്ളം അത് എനിക്ക് ഇത്തിരി തന്നെ ആകുമ്പോഴേക്കും എന്തോ ഒരു ഭയങ്കര പേടിയാണ്. പക്ഷെ ആ ഒരു പേടി കൊച്ചിൻ്റെ തോന്നുന്നു. ഞാൻ കുളിച്ചില്ല ഗൈസ്. കുളിച്ച പോലെ തോന്നുന്നുണ്ടെങ്കിലും ഞാൻ കുളിച്ചിട്ടില്ല. ഒരാഴ്ച കുളിച്ചിട്ട് ഒരാഴ്ച കണ്ടില്ലേ? അയ്യോ കുട്ടി കേട്ടാ, കുട്ടി കഴിഞ്ഞ ആൾക്കാരാ കുട്ടി വെറുതെ എന്നിരുന്ന് കളിയൊക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. പിന്നെ ചേട്ടന്മാർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഓരോ കാര്യങ്ങളായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത വർഷം പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും ഭയ പറഞ്ഞു പോവായിരുന്നു കേട്ടോ. ഇപ്പൊ പോയത് വിനീച്ചേണ്ട വൈഫാണ്, എൻ്റെ നാത്തൂനാണ്. അങ്ങനെ അവര് പോയി. പിന്നെ ഞങ്ങൾ പയ്യ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അഭിനയിച്ച് തകർക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതൊക്കെ. ഹരിതീച്ചിന് വിഷയമുണ്ട്. അവിടെ ഡേക്കറൊക്കെ ഉണ്ട് ആ വീട്ടിൽ. ഒരു ടൈം ആകുമ്പോൾ പിള്ളേരൊക്കെ വരും. പിന്നെ അത് മാത്രമല്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടന്മാരുടെ ലീവ് കഴിയാറായി. അങ്ങനെ പാട്ടൊക്കെ കേട്ടു പയ്യെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.